എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നെന്ന് പറയുന്നത് നമ്മുടെ തൃശ്ശൂർ പൂരം എക്സിബിഷൻ 2024 പൂരം എക്സിബിഷൻ കാണാൻ ഞാൻ പോയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഞാൻ പോയത് വേറെ ഒന്നും വെച്ചിട്ടില്ല, എനിക്കൊരു കൽച്ചട്ടി തപ്പി അവിടെ എക്സിബിഷനിൽ ഉണ്ടാവുന്ന 2-3 പേര് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ എൻട്രൻസ്. അവിടെ നല്ല ഫൗണ്ടനൊക്കെ ഉണ്ട്. അതൊക്കെ വൈകുന്നേരം ഇരുട്ടാകുമ്പോഴാണ് അതൊക്കെ ലൈറ്റ് ഇട്ടിട്ട് കത്തിക്കും. നല്ല ഭംഗിയാണ്. എല്ലാ പ്രാവശ്യത്തെയും പോലെ കയറി വരുന്നത് തന്നെ വലിയൊരു ബെഡ്ഷീറ്റുകൾ, അതുപോലെ തന്നെ സോഫയുടെ ബാക്ക് കവർ, സോഫ കവർ, കുഷ്യൻസ്, അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഈ ഷോപ്പിൽ തന്നെയായിരിക്കും തുടക്കം. അത് കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ പോലെ പെണ്ണുങ്ങളെ ആകർഷിക്കുക, കുട്ടികളെ ആകർഷിക്കുക, ഇതൊക്കെയാണല്ലോ ഇവരുടെ മെയിൻ ദുരുദ്ദേശം. അപ്പോഴാണ് ചേട്ടന്മാരുടെ പോക്കറ്റിലിരിക്കുന്ന കാശൊക്കെ ഇങ്ങനെ പോയി കിട്ടുള്ളൂ. ഇതെന്ന് പറയുന്നത് ഇൻറ്റീരിയറൊക്കെ ചെയ്ത് കൊടുക്കുന്ന ഒരു ടീമിൻ്റെയാണ്. അപ്പോൾ അവിടെ നിറയെ ഫാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നടന്ന് ക്ഷീണിച്ചവരൊക്കെ അവിടെ പോയിരുന്നു കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ടിട്ടേ പോരുന്നുള്ളൂ. ഈ ഭരണികളൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. 180, 150, 120, 110 റേഞ്ചിലൊക്കെ ഉണ്ട്. നല്ല കുഞ്ഞിതും വലുതും എല്ലാ ഭരണികളും ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇത് തുടക്കത്തിൽ തന്നെയാണ്, സ്റ്റാളിൻ്റെ തുടക്കത്തിൽ തന്നെ ഇങ്ങനത്തെ ഒരു ഷോപ്പാകുമ്പോൾ അങ്ങനെ ആരും വാങ്ങിക്കില്ല. കാരണം ഇത്രയും വെയിറ്റുള്ള സാധനം, പൊട്ടാൻ ചാൻസ് ഉള്ളൊരു സാധനം നമ്മളിപ്പോൾ തന്നെ വാങ്ങിച്ച് ബാഗിലിട്ട് കഴിഞ്ഞാൽ പോണ അത്രയും ദൂരം നമ്മളിത് കൊണ്ട് നടക്കണ്ടേ. ഈ സ്റ്റാൾ വില അവസാനത്തിൽ എങ്ങനെയാണെങ്കിൽ ഒരുപാട് പേര് വാങ്ങിച്ചേനെ. പക്ഷെ അവർക്ക് അത്രയ്ക്ക് ഐഡിയ ഇല്ലെന്ന് തോന്നുന്നുണ്ട്. ഇതൊക്കെ എന്തോ ഹെർബൽ പ്രോഡക്ട്സാണ്. നിറം വർദ്ധിപ്പിക്കാൻ, മുഖക്കുരു പോവാൻ, കരിവാളിപ്പ് പോവാൻ, അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരുപാട് പൊടികൾ, കാര്യങ്ങൾ, ഹെർബലായിട്ടുള്ള സാധനങ്ങൾ ഒരുപാട് ആ ഷോപ്പിലിട്ടാം. പിന്നെ സാധാരണ എല്ലാ പ്രാവശ്യമുള്ള പോലെ തന്നെ സീഡ്സ്, ഡാലിയ, അങ്ങനത്തെയുള്ള ചെടികളുടെ വിത്തുകൾ, പച്ചക്കറി വിത്തുകൾ, അങ്ങനെയുള്ള കുറേ ഐറ്റംസിൻ്റെ സ്റ്റാളുകൾ. പിന്നെ മിക്സ്ചർ, അച്ചാർ, അങ്ങനത്തെ പോലത്തെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അതിൻ്റെ പിന്നിൽ കൂടെ പോകുമ്പോൾ തന്നെ നല്ല കിറുങ്ങണ ഒരു മണമാണ് കേട്ടോ. കുറേ പാത്രങ്ങളുടെയൊക്കെ ഐറ്റംസ് ഉണ്ട്. പണ്ടൊക്കെ 10 രൂപ, 20 രൂപ സ്റ്റാളുകൾ ഒക്കെ ഇപ്പോൾ 30 രൂപ, 40 രൂപ ആ ഒരു റേഞ്ചിലായി. ഒരു കട മാത്രം ഞാൻ കണ്ടു, ഏതെടുത്താലും 20 രൂപ എന്ന് പറഞ്ഞിട്ട് ചെറിയ അതും ഈ അടുക്കള സാമഗ്രികൾ ചെറിയ ടൈപ്പ് ഇട്ടാം. അതുപോലെ തന്നെ ബാഗ്, പേഴ്സ്, അത്യാവശ്യം വലിയ ഷോൾഡർ ബാഗിൻ്റെയൊക്കെ ഒരു വലിയൊരു കളക്ഷൻ ഉണ്ട്. ഇവിടെ ജൂട്ട് ബാഗിൻ്റെ ഒരു സ്റ്റാൾ ഉണ്ടായിരുന്നു കേട്ടോ. അത് 150 രൂപയൊക്കെ ഉള്ളൂ. അത്യാവശ്യം വലിയ ബാഗാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ മുന്നേ ഒരു ബാഗ് ഞാൻ ലച്ചുവിനെയും കൂട്ടി ഒരു 1 ഡേ ട്രിപ്പ് പോണ, സ്കൂളിൽ നിന്ന് ട്രിപ്പ് പോണ ഒരു വീഡിയോയിൽ ഞാനൊരു ബാഗ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പലരും ചോദിച്ചു ആ ബാഗ് എവിടെ നിന്ന് വാങ്ങിച്ചത്. അത് ഞാൻ എക്സിബിഷനിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു. 120 രൂപയുള്ളൂ. നല്ല അടിപൊളി ബാഗാണ്, നല്ലോണം സ്പേസും കൊള്ളും. അതുപോലെ 180ൻ്റെ ഉണ്ട് ഒരു ജൂട്ട് ബാഗ്, സൂപ്പർ. അതിൽ ഒരുപാട് സാധനങ്ങൾ കൊള്ളും. അങ്ങനെ വലിയൊരു ടൈപ്പ്. അത് പക്ഷേ ഞാനത് കണ്ട് വായ്മൊളിച്ച് നടന്നു പോയി തോന്നുന്നു, ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ഇത് ഈ സോനപ്പപ്പട ഐറ്റംസിൻ്റെ തന്നെ പല വെറൈറ്റീസ്, പിന്നെ കുറേ മിഠായികൾ. ഇവരെ എല്ലാ ഷോപ്പുകളും എല്ലാ കൊല്ലും ഒരേ സ്ഥലത്ത് തന്നെയാണ് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വെറൈറ്റിക്ക് വേണ്ടിയിട്ട് വീഡിയോ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ചിട്ടും മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ടാണ് കേട്ടോ വീഡിയോ എടുത്തിരിക്കുകയല്ല, എഡിറ്റ് ചെയ്തപ്പോൾ. കാരണം ഇത് കൊല്ലങ്ങളായിട്ട് ഇതേ രീതിയിൽ തന്നെ കണ്ട് നമുക്ക് തന്നെ വൈഹാട്ടായി. പണ്ട് വീട്ടിൽ ഇപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ നോക്കുമ്പോൾ 10 രൂപ, 20 രൂപ സാധനമല്ല. പണ്ടൊന്നും എക്സിബിഷൻ വരുമ്പോൾ ഇത്രയും പോലും വിലയില്ലേ. പക്ഷേ നമ്മളിങ്ങനെ കണ്ടിട്ട് പോകാമെന്നല്ലാണ്ട് നമ്മൾക്കിങ്ങനെ അത് വേണമെന്ന് പറയണതൊന്നും നമുക്ക് വാങ്ങിച്ചു തരാറില്ല കേട്ടോ. പിന്നെ എനിക്കിപ്പോൾ തോന്നും പിള്ളേരൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാമെന്ന്. പക്ഷേ ലച്ചുവിനൊന്നും വേണ്ട, അവൻ ഇങ്ങനെ കണ്ടിട്ട് പോകുന്നല്ലാണ്ട് അവനൊന്നും വേണമെന്ന് പറയില്ല. കാണാൻ ഇഷ്ടം അവന്. മാളുവിനും ചെറുപ്പം തൊട്ടേ അങ്ങനെ തന്നെയാണ്. ഇങ്ങനത്തെ കടകളിലൊന്നും പോയി കഴിഞ്ഞാൽ അവൾക്കിനെ കാണാൻ മതി, അല്ലാണ്ട് വാങ്ങിക്കൊന്നും വേണ്ട. അപ്പോഴും എനിക്കാണ് അയ്യോ അത് മേടിക്കാന്നുള്ള ഒരു എന്താ പറയുക ചാഞ്ചാട്ടം വരണത് എനിക്കാണ്. അപ്പം മാളു എൻ്റെ അമ്മയാവും. അതൊന്നും വേണ്ട, ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് അവളൊന്നും എന്നെ വാങ്ങിക്കാൻ സമ്മതിക്കില്ല, അവൾക്കും വേണ്ട. അങ്ങനെ ഒരു കുട്ടിയാണ്. പക്ഷേ ഞാനും ചേട്ടനൊക്കെ ചെറുപ്പത്തിലൊക്കെ വരുമ്പോൾ ഉണ്ടല്ലോ ഒരു ബോട്ട് വാങ്ങിക്കാറുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? നിങ്ങൾ പണ്ടത്തെ പിള്ളേരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഇങ്ങനെ ചെറിയൊരു ബോട്ട്, അതൊരു വട്ടത്തിലുള്ള ട്രേ ഉണ്ടാവില്ലേ, വട്ടയല്ല, ചെറിയ ബേസിൻ പോലത്തെ പ്ലാസ്റ്റിക് ബേസിനിൽ അതിങ്ങനെ ഓടിച്ച് കാണിക്കും. കിടകിടകിടന്ന് ശബ്ദമായിട്ട് ഒരു ചെറിയ തിരി വെച്ചിട്ട് അതിലെന്തെങ്കിലും എണ്ണ വെച്ച ഒരു ചെറിയ പ്ലേറ്റ് ഉണ്ട്, അതതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്താൽ ഈ ബോട്ട് ഇങ്ങനെ ശബ്ദത്തിൽ ഇങ്ങനെ കറങ്ങും. അതാണ് എക്സിബിഷൻ എന്ന് ആലോചിക്കുമ്പോൾ എപ്പോഴും ഓർമ്മ വരിക. അപ്പോൾ ഒരു കൊല്ലം ഇങ്ങനെ എക്സിബിഷനിൽ ഈ ബോട്ട് കണ്ടപ്പോൾ ഞാൻ ഇതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ചേട്ടനെ അയച്ചു കൊടുത്തു. ചേട്ടൻ നാട്ടിലില്ല കേട്ടോ, ആൾ ബഹ്റൈനിലാണ്, അവിടെ ജോലി ചെയ്യണേ. അപ്പോൾ ആൾക്ക് അത് ബോട്ട് കണ്ട വഴിക്ക് നൊസ്റ്റാൾജിയ. അപ്പോൾ പറയാണ് നീ ഒരെണ്ണം വാങ്ങിക്കുന്നു.
എനിക്ക് വയ്യ. അപ്പോൾ ഇപ്പോൾ അതൊന്നും എവിടെയും കിട്ടാനില്ല, കാണാനില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ എന്നിട്ട് ഒരു വട്ടം അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ട് പിള്ളേർക്ക് ഇതിങ്ങനെ തിരിയൊക്കെ ഇട്ടിട്ട് ഓണാക്കിയിട്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ പക്ഷേ ആ ബോട്ട് കാണാനില്ല. ഇപ്രാവശ്യം കാണണമെങ്കിൽ ഒരെണ്ണം വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ബോട്ട് ഞാൻ കുറേ നോക്കി, അത് കണ്ടില്ല. പിന്നെ എനിക്കത് കാണാണ്ട് പോയത്, ഞാൻ ചിലപ്പോൾ ഈ കൽച്ചട്ടി തപ്പിയിട്ടാണ് മെയിനായിട്ട് ഞാൻ ഇവിടെ വന്നത്. കാരണം ഇവിടെ ഇങ്ങനെ കൽച്ചട്ടി സംഭവങ്ങൾ കിട്ടും എന്നുള്ളത് 1-2 പേര് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടുത്തെ സെക്യൂരിറ്റിയോട് ചോദിച്ചു. ആളിത്തിരി പ്രായമായ ഒരു ചേട്ടനാണ്. ചേട്ടാ, ഈ കൽച്ചട്ടിയൊക്കെ ഏത് ഭാഗത്തുണ്ടാവുക എന്ന് ചോദിച്ചപ്പോൾ, ചെടി നടുന്ന ചട്ടിയാണോ, അതൊക്കെ ആദ്യത്തിലാണ്. അപ്പോൾ ചേട്ടനറിയില്ല ഇങ്ങനെ മറ്റേ കറിയൊക്കെ വെക്കണ കൽച്ചട്ടി. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ആൾ കേട്ടിട്ടില്ല. എന്നിട്ട് ആൾ മൺചട്ടിയുടെ സ്റ്റാൾ എനിക്ക് കാണിച്ചു തന്നു. അപ്പോൾ പിന്നെ എന്താ ചെയ്യുക, മൺചട്ടിയുടെ സ്റ്റാൾ കണ്ടാൽ ഞാൻ വെറുതെ വിടണു. അപ്പോൾ ഞാനൊരു മൺചട്ടി വാങ്ങിച്ചു. ഞാൻ അവസാനം കാണിച്ചു തരാം കേട്ടോ. ഞാൻ കാര്യമായിട്ട് പർച്ചേസിംഗ് ഒന്നും നടത്തിയില്ല. കാരണം നമുക്ക് കൽച്ചട്ടി കിട്ടുക, വേഗം തന്നെ നടന്നുകൊണ്ട് പുറത്തേക്ക് പോരുക. എനിക്കിപ്പോൾ അതും പിടിച്ച് കുറേ ദൂരം നടക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. ഭരതേട്ടനാണെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ എൻട്രൻസ് കൂടെ കടന്നാൽ അപ്പോൾ തന്നെ എക്സിറ്റ് കിടക്കാനുള്ള ഇപ്പുറത്തെ സൈഡുണ്ട്. അതുപോലെ നേരെ അങ്ങോട്ട് കിടക്കുക, അത്രയും സന്തോഷമെന്ന് വിചാരിക്കുന്ന ആളാണ്. തീരെ ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് ഇതൊന്നും കാണാൻ നടക്കാൻ തീരെ ഇഷ്ടമില്ല. പക്ഷേ എനിക്ക് അങ്ങനെയല്ല കേട്ടോ. അപ്പം ഞാനിതൊക്കെ നടന്നിങ്ങനെ നടന്ന് വായന നോക്കി നടക്കും. അപ്പോൾ ഒരുപാട് ഇങ്ങനത്തെ ഓരോ ഷോപ്പുകൾ, മറ്റേ സ്ഥിരം കാണുന്ന ടൈപ്പ്, ഇത് കുറേ ടൈപ്പ് മിഠായികളാണ് കേട്ടോ. കുറേ ഇങ്ങനെ പാക്ക് ചെയ്തതും, പിന്നെ അച്ചാറുകൾ, ഇങ്ങനെ പ്ലാസ്റ്റിക് ബക്കറ്റിലൊക്കെ അച്ചാർ വെക്കുന്ന കാണുമ്പോൾ തന്നെ എനിക്ക് പേടിയാണ്. പിന്നെ ഇവിടെയൊക്കെ നിറച്ച് ഈച്ചകളുമാണ്. ഈ ഷോപ്പിലൊക്കെ നിറയെ ഈച്ചകളൊക്കെ ഇങ്ങനെ പറക്കുന്നുണ്ട്. എന്നാലും അതിനിങ്ങനെ വിനാഗിരിയുടെ ഒക്കെ ആയിട്ട് ഭയങ്കര സ്മെല്ലൊക്കെ ആയിട്ടുണ്ട്. ഇതെന്തോ ഡ്രൈ ഫ്രൂട്ട്സ് പോലത്തെ, അതായത് ഡ്രൈ ഫ്ലവറുകൾ, ഇതെന്തോ ഇങ്ങനെ ക്രാഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കണമെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ പൂക്കൾ, ചെരുപ്പുകൾ ഒരുപാടുണ്ട് കേട്ടോ. ചെരുപ്പ് ബാഗ് ഐറ്റംസ് ഇപ്രാവശ്യം കുറേ സ്റ്റാളുകളിൽ കണ്ടു. അതുപോലെ കളിപ്പാട്ടങ്ങൾ പിന്നെ പറയാനില്ലല്ലോ. പിന്നെ അതുപോലെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ആ ഫാൻ കണ്ടു അങ്ങോട്ട് തിരിച്ചിട്ടാണ് വെച്ചിരിക്കുന്നത്. അത് ഇങ്ങോട്ട് തിരിച്ച് വെച്ചാൽ നല്ല ഭംഗിയിൽ കളറിലെ കാറ്റിങ്ങനെ വന്നേനല്ലേ. ഹാൻഡ് ബാഗുകൾ, ചെറിയ ബാഗ്, വലിയ ബാഗ് ടൈപ്പ്, ഇതിനൊക്കെ 350-450 ആ റേഞ്ചൊക്കെയാണ് കേട്ടോ. ഇങ്ങനെ ഈ ഹാൻഡിലുള്ള ചെറിയ പേഴ്സിനൊക്കെ. ബാഗിന് അതിനേക്കാളും കൂടുതലുണ്ട്. എന്നാലും കാണാൻ നല്ല രസമുണ്ട്. ഒരുപാട് വെറൈറ്റി കണ്ടോ, കുറേ ബാഗിൻ്റെ സെക്ഷൻ ഉണ്ട്. ഇത് ആ ഭാഗത്ത് ഗുണ കേവിൻ്റെ ഒരു ഇതുണ്ട് കേട്ടോ. എന്താ പറയുക, ടിക്കറ്റ് എടുത്തിട്ട് 80 രൂപേൻ്റെ ടിക്കറ്റ് എടുത്തിട്ട് ഒരു ഗുണ കേവിൻ്റെ ഒരു മോഡലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത്രേ. ഞാൻ പിന്നെ അതിൻ്റെ ഉള്ളിലേക്കൊന്നും പോയില്ല. ഞാൻ കുറച്ച് വെള്ളം കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെള്ളം മാത്രമേ കുടിച്ചുള്ളൂ. വേറെ അവിടെ നിന്ന് ഭക്ഷണമൊന്നും കഴിച്ചില്ല. നമുക്ക് പിള്ളേരില്ലാണ്ട് ഒറ്റയ്ക്ക് പോകുമ്പോൾ അങ്ങനെയൊന്നും കഴിക്കാൻ എനിക്ക് പ്രത്യേകിച്ച് തോന്നില്ല. പിന്നെ നമുക്ക് വെള്ളം കുടിക്കാനായിട്ട് എപ്പോഴും വെള്ളം കയ്യിലുണ്ടെങ്കിൽ പിന്നെ എനിക്ക് വേറെ ഒന്നും ആവശ്യമില്ല. ഞാൻ ഇടയ്ക്ക് തന്നെ വെള്ളം കുടിക്കും, അത്ര തന്നെ. പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ, കഴിക്കാൻ, അവരോട് കഴിക്കാനൊക്കെ ഒരു സന്തോഷമുള്ളൂ. ഇത് ആ ആൻറ്റിക്കിൻ്റെ കുറേ സാധനങ്ങളാണ് കേട്ടോ. ഇങ്ങനത്തെ സാധനങ്ങളും ഈ പറഞ്ഞ പോലെ കാണാൻ നല്ല ഇഷ്ടമാണ് എനിക്ക്. കോയിൻസ്, പിന്നെ പണ്ടത്തെ കുറേ സാധനങ്ങൾ കേട്ടോ. വർക്ക് ചെയ്യണതും വർക്ക് ചെയ്യാത്തതുമായിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്. ഈ ഇങ്ങനത്തെ ആൻറ്റിക്കിൻ്റെ ഷോപ്പ് ഞാൻ ഇതിന് മുമ്പ് ഇവിടെ കണ്ടിട്ടില്ല. ഇത് നമുക്ക് പൈസ കൊടുത്ത് വാങ്ങിക്കാൻ പറ്റണതാട്ടോ. ഞാൻ വിൽപ്പനയ്ക്ക് വെച്ചൊക്കെയാണ്. നമുക്ക് ആവശ്യമുള്ളതൊക്കെ വാങ്ങിക്കാം. നല്ല കാണാൻ വേണ്ടിയിട്ടുള്ള പവലിയനല്ല അത്. ഇത് കണ്ടോ, ഇങ്ങനെ ബോൾസ്, അതിന് എന്താ പേര് പറയുന്നത് അറിയില്ല. അങ്ങനെ വെള്ളത്തിലിട്ടാൽ വീർത്ത് വരുന്ന ടൈപ്പ് ബോളുകൾ. എനിക്ക് ആ സംഭവം ഭയങ്കര പേടിയാണ്. പണ്ടെന്നോ പേപ്പറിൽ വായിച്ചിട്ടുണ്ട്, ഒരു കുട്ടി അത് വായിലിട്ടിട്ട് പിന്നെ വെള്ളം ആവും തോറും അതിങ്ങനെ ചീർത്ത് വരുമല്ലോ. അത് കാരണം കുട്ടികളിലൊരുന്നും അങ്ങനത്തെ സാധനങ്ങൾ വീട്ടിൽ സൂക്ഷിക്കാതിരിക്കുക നല്ലത്. പിന്നെ ബജ്ജിയുടെ ഷോപ്പൊക്കെ ഉണ്ട് അവിടെയൊക്കെ ഭയങ്കര തിരക്കുമാണ്. അതിൻ്റെ ഓപ്പോസിറ്റാണ് റൈഡ്. അപ്പോൾ റൈഡിലൊക്കെ കയറി ക്ഷീണിച്ച് വരുന്നവർക്ക് ഇങ്ങനെ ഇവിടെ ബജ്ജി സംഭവങ്ങളൊക്കെ കഴിക്കാൻ ആ ചേട്ടന്മാരെയൊക്കെ സമ്മതിക്കണ്ട. ഇത് കൂടെ നടന്നു പോകുമ്പോൾ തന്നെ ഭയങ്കര ചൂടാണ് എടുക്കണത്. അപ്പോൾ അവരിങ്ങനെ എന്താ പറയുക, തിളച്ച് വാരിക്കൊണ്ടിരിക്കുന്നത് നിൽക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പം ഈ റൈഡ് ഞാൻ ഇന്നാൾ ഫേസ്ബുക്കിൽ ഒരു വീഡിയോയിൽ കണ്ടു. ഈ റൈഡിൽ ഇങ്ങനെ മുകളിലേക്ക് എത്തിയപ്പോൾ ഒരു ചേട്ടൻ്റെ പോക്കറ്റിൽ നിന്ന് കുറേ പൈസ അങ്ങനെ വീഴണതായിട്ടൊരു വീഡിയോ. ഇത് പിന്നെ നമുക്ക് ജന്മനാ പേടിയായതുകൊണ്ട് തന്നെ നമ്മൾ ഇതുവരെ ഇങ്ങനത്തെ റൈഡിലൊന്നും കയറിയിട്ടില്ല. ഈ ട്രെയിൻ കുഴപ്പമില്ല. അതിൽ കുട്ടികൾക്കൊക്കെ ഇരുന്ന് അത്യാവശ്യം ഇങ്ങനെ 2 റൗണ്ടൊക്കെ കറങ്ങാൻ തോന്നുന്നുണ്ട്. കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, മുതിർന്നവർ ഇരിക്കണമൊക്കെ ഉണ്ട്, അമ്മമാരൊക്കെ കൂടെ ഇരിക്കണമൊക്കെ ഉണ്ട്. ട്രെയിൻ വലിയ കുഴപ്പമില്ല. ബാക്കി ജെയിൻ വീലായാലും അതുപോലെ തന്നെ ഇങ്ങനെ കറങ്ങണ സംഭവങ്ങളൊക്കെ ആയാലും
അതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് പേടിയാണ്. കണ്ടോ, വലിയ ആൾക്കാരും എല്ലാവരും ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു ഉച്ചയ്ക്ക് ശേഷമാണ് ഇങ്ങനത്തെ റൈഡുകളൊക്കെ. രാവിലെ തൊട്ട് റൈഡുകൾ പ്രവർത്തിക്കുന്നു. ഇതിലൊക്കെ കയറണം കുട്ടികളുടെ കൂടെ വരണമെന്നുണ്ടെങ്കിൽ വൈകുന്നേരം. അതൊക്കെ ലൈറ്റ് ഇട്ടിട്ട് നല്ല അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ആ സ്റ്റേജിൽ ഓരോ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. നാടൻ പാട്ടും അങ്ങനെ പാട്ടിനനുസരിച്ച് ഓരോ ഗ്രൂപ്പ് ഡാൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഓരോ പവലിയൻ, കേരള കാർഷിക സർവകലാശാലയുടെയും അങ്ങനെ ഒരുപാട് പവലിയനുകളുണ്ടാവും. അപ്പോൾ അതിലൊക്കെ കാണുന്നുണ്ട്. പിള്ളേർക്കൊക്കെ കാണാൻ ഇഷ്ടപ്പെടും. പിന്നെ കുറേ മീനുകളുടെയൊക്കെ ഒരു സ്റ്റാൾ ഉണ്ടാവാറുണ്ട്. മീനും കോഴി ആടൊക്കെ ആയിട്ട്. അത് ഇപ്രാവശ്യം ഞാൻ കണ്ടില്ല. കുറേ ടൈപ്പ് കോഴികളുണ്ടാവും, വലിയ ടൈപ്പ് കോഴികൾ, മീനുകളൊക്കെ ആയിട്ട്. ഇപ്രാവശ്യം ഞാൻ അങ്ങോട്ട് കയറാഞ്ഞിട്ടാണോ എന്താണെന്ന് അറിയില്ല, ഞാൻ കണ്ടില്ല. അതിന് നമ്മൾ കളിച്ചട്ടി എന്നൊരു മന്ത്രം മാത്രം ചൊല്ലിക്കൊണ്ടാണല്ലോ നടക്കുന്നത്. അങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു ചേട്ടൻ വിളിച്ച് പറയുന്നുണ്ട്, കൽച്ചട്ടി പോട്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേഗം അങ്ങോട്ട് ചെന്നു. കൽച്ചട്ടി കിട്ടി, ഇനി നമുക്ക് സന്തോഷമായി. നോക്കുമ്പോൾ എന്നിട്ട് കളിച്ചിട്ട് പോട്ടെന്ന് അവിടെ എന്തോ ഒരു ഗെയിം നടക്കുകയാണ്, ഫാമിലി ഗെയിം. ഒരു 50 രൂപ കൊടുക്കുക, ടിക്കറ്റ് എടുക്കുക, അങ്ങനെ ഒരു റിങ് എറിയുമ്പോൾ പെപ്സി, കോള അങ്ങനത്തെ എന്തെങ്കിലും കുപ്പികളുമ്മേ വീണ് കഴിഞ്ഞാൽ അത് നമുക്ക് കിട്ടുന്നു. അതിന് കളിച്ചിട്ട് പോട്ടെന്നാണ് ആൾ പറയണത്. അപ്പോൾ നമുക്ക് ഈ 50 രൂപ പോലും വേണ്ട, പെപ്സി കോളൊക്കെ വേണമെങ്കിൽ കടയിൽ കാശ് കൊടുത്ത് ഈ റിങ് എറിയാണ്ട് തന്നെ നമുക്ക് പെപ്സി കിട്ടും. അത് ബോധമില്ലാത്തവർ കുറേ പേര് അവിടെ നിന്നിട്ട് ഇങ്ങനെ റിങ് എറിയുന്നുണ്ട്. ഓരോ 50 രൂപ കൊടുത്തിട്ട് കുറച്ച് പ്രാവശ്യം അങ്ങനെ ട്രയലുണ്ട്. അത് കഴിഞ്ഞ് കിട്ടിയാൽ കിട്ടി, അല്ലെങ്കിൽ 50 രൂപ പോയി. ചിലർ വാശിക്ക് ഇത് പെപ്സി മേടിച്ച് തന്നെ അടങ്ങുള്ളൂ എന്ന് ചോദിച്ചാൽ പിന്നെ 50 രൂപയുടെ ടോക്കൺ എടുത്ത് പിന്നെ എറിഞ്ഞ് കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇതിങ്ങനെ കുറേ നമ്മളിങ്ങനെ ചെറുകിട വ്യവസായ സംരംഭങ്ങളുടെയൊക്കെ കുറേ അച്ചാറുകൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് അവിടെ വിറ്റുകൊണ്ടിരുന്നത്. ഇവിടെ നല്ല ഭംഗിയുള്ള ടോപ്പും പാവാട അങ്ങനത്തെ ടൈപ്പ് കോമ്പിനേഷൻ ഡ്രസ്സുകളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ ഈ ബുക്ക് സ്റ്റാളിലൊക്കെ നമ്മൾ സ്ഥിരം കയറാറുണ്ട്. അതുപോലെ തന്നെ മാപ്പും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാറുണ്ട്. ഇപ്പോൾ പിള്ളേരൊക്കെ ആളൊക്കെ വലുതായില്ലേ, അപ്പോൾ അങ്ങനെ മാപ്പും കാര്യങ്ങളൊന്നും വാങ്ങിക്കാനില്ല. പിന്നെ കരിമ്പിൻ ജ്യൂസ് ചിലർക്കൊക്കെ ഭയങ്കര ക്രേസാണല്ലേ. ഞാൻ ഇതുവരെ കുടിച്ചിട്ടില്ല കേട്ടോ, എനിക്ക് താല്പര്യമില്ല. എനിക്ക് മധുര ഇരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ കരിമ്പിൻ ജ്യൂസ് ഇതുവരെ കുടിച്ചിട്ടില്ല. അതുപോലെ ഈ കട കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. നിറയെ ട്രഡീഷണൽ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ ഐസ്ക്രീം സ്റ്റാളിലൊക്കെ ഇപ്പോഴത്തെയും പോലെ ഭയങ്കര തിരക്കാണ്. അവർ എത്രയും 50 രൂപയോ 60 രൂപയൊക്കെ ആക്കിയിട്ടുണ്ട്. പക്ഷേ എത്രയൊക്കെയാലും പിള്ളേരെന്നെയൊക്കെ കൊണ്ടുപോയി അതുപോലെ ഇത്രയും നടന്നൊക്കെ വരുമ്പോൾ എല്ലാവരും ഐസ്ക്രീമൊക്കെ മേടിക്കും. പക്ഷേ സാധാരണ നമ്മൾ കുറേ ഇതാണ്ട ഞാൻ പറഞ്ഞ ഗുണ കേവിലേക്കുള്ള എൻട്രൻസ് സാധാരണ കുറേ നടന്ന് വയ്യാതെ പോലെ തോന്നും. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് അങ്ങനെ തോന്നിയില്ല. വളരെ പെട്ടെന്ന് അങ്ങോട്ട് നമ്മൾ തിരിച്ച് എത്തിയ പോലെയാണ് എനിക്ക് തോന്നുന്നത്. സംഭവം ഈ ഒരു റൂട്ട് തന്നെയാണ് സ്ഥിരം. ഇങ്ങനെയാണെന്ന് വെച്ചാലും എന്തൊക്കെയോ മിസ്സിങ് ആയ പോലെ തോന്നിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഇതുവരെയും കളിച്ചിട്ടൊന്നും കിട്ടിയില്ല. ഏകദേശം സ്റ്റാളുകൾ സംഭവങ്ങളൊക്കെ അവസാനിക്കാറായി. ഇതാ ഞാൻ പറഞ്ഞില്ലേ, ആ ഫൗണ്ടനൊക്കെ ഓണാക്കി, ലൈറ്റൊക്കെ ഓണാക്കി, കളിച്ചട്ടിയൊന്നും കിട്ടിയില്ല. അപ്പോൾ നമ്മുടെ കളിച്ചട്ടി തേടിയുള്ള പ്രയാണം ഇനിയും തുടർന്നുകൊണ്ടിരിക്കുന്നതായിരിക്കും. പിന്നെ നമ്മൾക്ക് കുറേ അധികം ദൂരത്തേക്കൊന്നും പോയി വാങ്ങിക്കാനുള്ള താല്പര്യമില്ല. നമ്മുടെ ചുറ്റുവട്ടത്ത് എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ വാങ്ങിക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഒരുപാട് പേര് കുറച്ച് ഓപ്ഷൻസൊക്കെ പറഞ്ഞു. പക്ഷെ അതൊക്കെ വേറെ ജില്ലയിലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അങ്ങോട്ട് പോയിട്ട് ഇത് വാങ്ങിക്കാനായിട്ട് അങ്ങോട്ട് പോകലൊന്നും പ്രാക്ടിക്കലല്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ചില കമൻറ്റൊക്കെ ലിങ്കൊക്കെ ഇട്ടിട്ടുണ്ട് ഓരോ ഷോപ്പിൻ്റെയൊക്കെ. അവരൊക്കെ തമിഴ്നാട് ബേസ്ഡ് ആയിട്ടുള്ള ഷോപ്പുകളൊക്കെയാണ്. പിന്നെ ലിങ്ക് കമൻറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ ആ കമൻറ്റ് അപ്പം സ്പാമായിട്ട് പോകും, നമുക്കത് കാണാൻ പോലും പറ്റില്ല. അപ്പോൾ നമ്മുടെ ഒരു ആനയുടെ കൂടെ ഒരു സെൽഫി എടുക്കാനുള്ള എന്തോ ഒരു സെൽഫി കോൺടെസ്റ്റാണ്. ഞാൻ കോൺടെസ്റ്റിലൊന്നും കൊടുത്തില്ല, ഞാൻ ജസ്റ്റ് ഒന്നൊരു ഫോട്ടോ എടുത്തു മാത്രം. അതുപോലെ ലാസ്റ്റ് ലൈറ്റൊക്കെ ഇട്ടപ്പോൾ നല്ല അടിപൊളിയായി. അതുപോലെ തന്നെ നമ്മുടെ അവിടെയും ആനപ്പൂരം വരും കേട്ടോ. നമ്മൾ ആനയും പൂരമൊക്കെ കാണാൻ അങ്ങോട്ട് പോകുമ്പോൾ ആനയൊക്കെ നമ്മുടെ വീട്ടിലേക്കും വരും. ഇവിടെ അടുത്ത് അമ്പലമുണ്ട്, ചൂരക്കോട്ടുകാവ് അമ്പലം. അവിടുത്തെ നമ്മുടെ തൃശ്ശൂർ പൂരത്തിൻ്റെ ഘടകപൂരങ്ങളിൽ ഒന്ന് തന്നെയാണ് ചൂരക്കാട്ടുകാവിലമ്മ. അപ്പോൾ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ പറയെടുത്തിട്ടാണ് ഇവിടുന്ന് പോവുക. സംഭവം എനിക്ക് ഇത്ര അടുത്തൊന്നും എനിക്ക് വീഡിയോ പിടിക്കാനൊക്കെ പേടിയുണ്ട്. എനിക്കാണെങ്കിൽ ഇത്തിരി ഇങ്ങനെ കുഞ്ഞുള്ള ടൈപ്പാണ്, വെറുതെ ഇങ്ങനെ തലാക്കായിട്ട് ഓരോരുത്തരടുത്തേക്ക് നീങ്ങി വരുന്ന പോലെ. അപ്പോൾ പിന്നെ എനിക്ക് വിചാരിച്ച പോലെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ആന വരുന്നതോടുകൂടി ഞാൻ വെൽക്കം ബാക്കിലേക്ക് ഓടി.
കാര്യം എന്തൊക്കെ പറഞ്ഞാലും ആന ഒരു വരവ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആരാണ് എന്താണെന്നൊക്കെ പറഞ്ഞാലും പേടിയൊക്കെ ഒത്തിരി ഉണ്ടല്ലോ. അപ്പോൾ ആന നമ്മൾ പോയി അടുത്ത വർഷം പൂരമാകുമ്പോഴേ വരുള്ളൂ. അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ള ചട്ടി. ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എൻ്റെ ഉണ്ടായിരുന്ന ഇതുപോലത്തെ ഒരു ചട്ടി. അടിഭാഗമൊക്കെ കുറച്ചൊക്കെ കംപ്ലൈൻറ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ചുകൂടിയും തിക്നെസ്സുള്ള ടൈപ്പ് ചട്ടിയാണ്. അപ്പോൾ ഇവിടെ എൻ്റെ ഉള്ളത് ബ്ലാക്ക് ആണല്ലോ, അപ്പോൾ ഞാൻ റെഡിൻ്റെ ഒരു ചട്ടി വാങ്ങിച്ചു. അപ്പോൾ വൈകുന്നേരം ചോറ് തിളപ്പിച്ച് വറക്കലൊക്കെ കഴിഞ്ഞപ്പോൾ അതിൻ്റെ കഞ്ഞിവെള്ളം ഉണ്ട്, അടുപ്പും നല്ല ചൂടായി കിടക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ഇപ്പോൾ തന്നെ അത് കൈയോടെ അത് മയക്കാനായിട്ട് വയ്ക്കാമെന്ന്. അപ്പോൾ എനിക്ക് വേറെ കുറച്ച് ആവശ്യങ്ങളുണ്ടായിരുന്നു അടുപ്പിൽ. അപ്പോൾ ഞാൻ ചോറ് അടുപ്പിലാണ് തിളപ്പിച്ച് വറുത്തത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ 2 ചകിരിയുടെ പീസ് ഇട്ട് കൊടുത്തിട്ട് ചട്ടി വെച്ച് പെട്ടെന്ന് തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ചട്ടി അധികം നേരം, ഇതിലിപ്പോൾ ചെറിയ നനവുണ്ട്, അതല്ലാണ്ട് നമ്മൾ കുറേ അധികം നേരം ഇങ്ങനെ വെറുതെ ഇട്ട് ചൂടാക്കാൻ പാടില്ല. ഞാൻ പെട്ടെന്ന് തന്നെ ആ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മൾക്ക് കഞ്ഞിവെള്ളം ആയാലും ഒഴിച്ചു കൊടുക്കാം, അതുപോലെ തന്നെ അരി കഴുകിയ വെള്ളം ഉണ്ടല്ലോ, അരിക്കാടി വെള്ളം. ഇതിപ്പോൾ ഞാൻ 2 ദിവസം ഇങ്ങനെ വയ്ക്കും. പിന്നെ ഇതിൻ്റെ വെള്ളം ഇത് കളഞ്ഞതിന് ശേഷം നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് വീണ്ടും മാറ്റി വയ്ക്കുമ്പോൾ അരി കഴുകിയ വെള്ളം ഒഴിച്ച് വയ്ക്കും കേട്ടോ. സ്റ്റാർച്ചുള്ള വെള്ളം അത് ഇപ്പോൾ കഞ്ഞിവെള്ളത്തിലായിരിക്കും ചിലപ്പോൾ അത് കൂടുതലുണ്ടാവുക അരി കഴുകിയ വെള്ളത്തിനേക്കാളും. എന്തായാലും കണ്ടോ ഇങ്ങനെ തിളയ്ക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒരു 4-5 ദിവസം തിളപ്പിച്ച് കളയുക, തിളപ്പിച്ച് വെള്ളം കളയുക, പുതിയ വെള്ളം ഒഴിക്കുക, തിളപ്പിച്ച് കളയുക. അങ്ങനെ ചെയ്യുമ്പോൾ ചട്ടി നന്നായിട്ട് മയങ്ങി കിട്ടും. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് എണ്ണയൊക്കെ പുരട്ടി കുറച്ച് നേരം വെയിലത്തൊക്കെ വയ്ക്കുക. എണ്ണ പുരട്ടി വെയിലത്ത് വയ്ക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ആ എണ്ണ ചട്ടിയിലേക്ക് അബ്സോർബ് ചെയ്യും. അതുപോലെ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ച് സവോള വഴറ്റുകയൊക്കെ ചെയ്യുക. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ചട്ടി അടിപൊളിയായിട്ട് മയങ്ങി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെന്നായിരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരാം. ബായ്.